ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞത് വിശാലെന്ന് അച്ചമ്മ ചോദിക്കുമ്പോൾ പാർവതിയാണ് ഇതെന്നോട് പറഞ്ഞതെന്ന് വിശാൽ പറയുകയാണ്. തുടർന്ന് പ്രഭാവതി ദേഷ്യത്തോടെ പാറുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, അപ്പോൾ നീയാണല്ലേ ഇതിൻ്റെ ആണിക്കല്ല്? എൻ്റെ പാർവതി, നീ എന്താ കണ്ടതെന്ന് വെച്ചാൽ കാര്യം പറയാൻ അച്ചമ്മ പറയുമ്പോൾ പാറു പറയുകയാണ്, അത് പിന്നെ അച്ചമ്മേ, പ്രഭാവതി അമ്മയും പ്രതാപൻ സാറും കൂടി എന്തോ രഹസ്യമായി സംസാരിക്കുകയായിരുന്നു. ഈ ജാസ്മിൻ അതവിടെ മറഞ്ഞു നിന്ന് ഫോണിൽ പകർത്തുകയായിരുന്നു. ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടലോടെ ജാസ്മിനെ നോക്കുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, ഞാൻ ആരും കാണാൻ ഒളിഞ്ഞു നിന്നല്ലേ വീഡിയോ എടുത്തത്, അത് നീ എങ്ങനെ കണ്ടു? ഇത് കേൾക്കുന്ന ഗാർഗി പറയുകയാണ്, അത് കൊള്ളാലോ, ഇപ്പോ അച്ഛൻ പത്തായത്തിലില്ലെന്ന് പറയുന്നത് പോലെ ആയല്ലോ. ഒളിച്ചു നിന്ന് ഷൂട്ട് ചെയ്തെന്ന് ഇപ്പൊ നീ നിന്റെ നാവ് കൊണ്ട് തന്നെയല്ലേ പറഞ്ഞതെന്ന് ഗാർഗി പറയുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, ഇല്ല, ഈ പാർവതി പറയുന്നതെല്ലാം കള്ളമാ. എന്താണെങ്കിലും പാർവതി കള്ളം പറയില്ല, നിന്റെ ഫോണിങ്ങെടുത്തേ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ജാസ്മിൻ്റെ കയ്യിൽ നിന്നും ബലമായി ഫോൺ വാങ്ങുകയാണ് വിശാൽ. ദേ, വീഡിയോ ഇതിൻ്റെ അകത്തുണ്ട്, ഞാൻ പ്ലേ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വിശാൽ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് പ്രഭാവതി ഗായത്രിയുടെ ചരമവാർഷികം ആഘോഷിക്കുന്നതിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കേട്ടതിന് ശേഷം പ്രഭാവതി പറയുകയാണ്, കണ്ടില്ലേ വിശാൽ, ഇതിൻ്റെ അകത്ത് ഞങ്ങൾ എന്താ കുടുംബത്തിനെതിരെ പറഞ്ഞതെന്ന് നീ ഒന്ന് പറഞ്ഞു തരാമോ? ഇത് കേൾക്കുന്ന വിശാല് ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ്, നീ ഇപ്പൊ കാണിച്ചതിന് ഞാൻ നിന്നെ ശകാരിക്കുകയാ വേണ്ടത്, ഞാൻ തൽക്കാലം അത് ചെയ്യുന്നില്ല. ഇത് കേൾക്കുന്ന ഗാർഗി ചോദിക്കുകയാണ്, ഇവർ പറഞ്ഞത് നല്ല കാര്യം തന്നെയാണല്ലോ, പിന്നെ എന്തിനാ ജാസ്മിൻ അത് മറിഞ്ഞു നിന്ന് വീഡിയോ എടുത്തത്? എവിടെയോ എന്തോ കുഴപ്പമുള്ളതുപോലെയുണ്ട്, ഓഡിയോയും വീഡിയോയും തമ്മിൽ സിങ്ക് ആകാത്ത പോലെ എന്തോ ചെയ്തതുപോലെയൊക്കെ തന്നെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് ഗാർഗി പറയുമ്പോൾ ജാസ്മിനെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് പോവുകയാണ് പ്രഭാവതിയും പ്രതാപനും. ദേഷ്യത്തോടെ പാർവിനെ നോക്കി അവിടെ നിന്ന് വിശാലും മുറിയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയാണ്. പ്രഭാവതി ജാസ്മിനോട് ചോദിക്കുകയാണ്, നീ എന്തിനാ ജാസ്മിൻ ഞങ്ങളുടെ വീഡിയോ എടുത്തത്? മര്യാദയ്ക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ നീ എൻ്റെ കൈയുടെ ചൂടറിയുമെന്ന് പ്രതാപനും പറയുന്നു. പ്രതാപ, അവളെ തല്ലുകയൊന്നും വേണ്ട, മര്യാദയ്ക്ക് ചോദിച്ചാലേ അവൾ തന്നെ സത്യം പറഞ്ഞോളും. നീ പറ ജാസ്മിൻ, നീ എന്തിനാ വീഡിയോ റെക്കോർഡ് ചെയ്തത്? ഞങ്ങളെ രണ്ടിനെയും ഇവിടെ നിന്ന് കെട്ടിക്കാനാണോ? ഞങ്ങളെ രണ്ടുപേരെയും ഇവിടെ നിന്ന് പുറത്താക്കിയിട്ട് വിശാലിന്റെ മണവാട്ടിയായി ഇവിടെ കഴിയാമെന്നാണോ നിന്റെ വിചാരം? ആന്റിയും അങ്കിളും വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല സംഭവങ്ങള്, നിങ്ങൾ എന്റെ കൺകണ്ട ദൈവങ്ങളാ. ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ്, നിന്റെ കഥ പറച്ചിലൊക്കെ അവിടെ നിർത്തിയിട്ട് നീ കാര്യം പറ. അത് പിന്നെ നിങ്ങളെ വെച്ചൊരു റീൽസ് എടുക്കാൻ വേണ്ടിയാ ഞാൻ ആ വീഡിയോ എടുത്തത്. ശരി, നീ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുന്നു, പക്ഷേ പാർവതി എങ്ങനെയാ ഈ വീഡിയോയുടെ കാര്യം അറിഞ്ഞത്? സത്യമായിട്ടും അതെനിക്ക് അറിയില്ലെന്ന് ജാസ്മിൻ പറയുമ്പോൾ നിന്റെ ഫോൺ എങ്ങാനും അവളെടുത്ത് നോക്കിയോ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, അതൊന്നും എനിക്കറിയില്ല ആന്റി. പാർവതിയല്ല, പാർവതിയേക്കാൾ ക്രിമിനൽ ബുദ്ധിയുള്ളവർ വിചാരിച്ചാൽ പോലും ഈ പ്രഭാവതിയെ വീഴ്ത്താനാകില്ല. എനിക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമില്ല എന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ എനിക്ക് നിന്നിൽ നേരിയൊരു വിശ്വാസമുണ്ടെന്നും നീയായിട്ടത് കളയണ്ടെന്നും പറഞ്ഞ് പ്രഭാവതിയും പ്രതാപനും കൂടി ജാസ്മിനെ പുറത്താക്കി കഥ കടക്കുകയാണ്. തുടർന്ന് ജാസ്മിൻ പറയുകയാണ്, ഗായത്രി ദേവിയെ കൊന്നത് നിങ്ങളാണെന്ന് എനിക്കറിയാം. ഞാൻ ആ വീഡിയോയിലെ ഓഡിയോ മാറ്റിയത് കൊണ്ട് മാത്രമാണ് നിങ്ങളിപ്പോൾ രക്ഷപ്പെട്ടത്. നിങ്ങളെ വീഴ്ത്താൻ എനിക്കെന്താണെങ്കിലും ഒരു ആയുധം ആവശ്യമാണല്ലോ, അതായിട്ട് അതെന്റെ കൈ തന്നെ ഇരിക്കട്ടെ. എന്റെ പെൻഡ്രൈവില് ഒറിജിനൽ വീഡിയോ ഇപ്പോഴും ഉണ്ടെന്നും ജാസ്മിൻ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പാർവതിയെയാണ്. ജാസ്മിന്റെ വീഡിയോയുടെ കാര്യം ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് പാറു. എന്താണെങ്കിലും ഞാൻ കാരണം വിശാൽ സാറിന് കൂടി നാണക്കേടായില്ലേ? അതേസമയം വിശാൽ അങ്ങോട്ടേക്ക് വരികയാണ്. പാർവതി, നീ ആരുടെ മുമ്പിൽ തെറ്റുകാരിയായി നിൽക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കില്ല. എനിക്ക് ഇപ്പോൾ ഉണ്ടായതിലൊന്നും വിഷമമില്ല, പക്ഷെ ഇനിയും എന്തെങ്കിലും കാര്യം അറിയുമ്പോൾ നീ അതിനെക്കുറിച്ച് സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണം എന്നോട് പറയാൻ. അത് പിന്നെ വിശാൽ സാർ എന്നോട് ഗായത്രിയമ്മ തന്നെയാ ഈ വീഡിയോയുടെ കാര്യം പറഞ്ഞത്, അതിലെന്തോ രഹസ്യമുണ്ടെന്നും കണ്ടുപിടിക്കണമെന്നും പറഞ്ഞത്. പാർവതി, പ്രഭാവതി അമ്മ അങ്ങനെ തെറ്റൊന്നും ചെയ്യില്ല. വിനയെയും വിപിനെയും നന്നായി തന്നെയാ എന്നെ അവർ വളർത്തിയത്. അതുകൊണ്ട് നീ എന്താണെങ്കിലും ആ വീഡിയോയുടെ കാര്യം വിട്ടേര്, ഞാനും വിട്ടേക്കുവാന്ന് പറഞ്ഞ് വിശാൽ അവിടെ നിന്ന് പോകുമ്പോൾ പാറു പറയുകയാണ്, എന്താണെങ്കിലും അതിൻ്റെ പിന്നിൽ എന്തോ രഹസ്യമുണ്ട്, അത് കണ്ടുപിടിക്കണം. പിന്നീട് കാണിക്കുന്നത് സുശീലയും ജാസ്മിനെയുമാണ്. വീഡിയോ ഡബ് ചെയ്ത് മാറ്റിയത് എന്ത് നന്നായെന്ന് ആലോചിക്കുകയാണ് ജാസ്മിൻ. അതേസമയം സുശീല അങ്ങോട്ടേക്ക് വരികയാണ്. രണ്ടുപേരും കൂടി പാറുവിൻ്റെ കാര്യം സംസാരിക്കുകയാണ്. എന്താണെങ്കിലും അവളെന്നെ ചോദ്യങ്ങൾ കൊണ്ട് കീഴ്പ്പെടുത്തിയത് കണ്ടില്ലേ ആൻറ്റി എന്ന് ജാസ്മിൻ പറയുമ്പോൾ സുശീല പറയുകയാണ്, അത് ശരിയാ, അവളുടെ ഭാവമാറ്റം എന്നെ വല്ലാതെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നീ രഹസ്യമായിട്ടെടുത്ത വീഡിയോ അവളെങ്ങനെയാ കണ്ടുപിടിച്ചത്? അത് തന്നെ ആൻറ്റി എനിക്കും മനസ്സിലാകാത്തത്. ചിലപ്പോൾ അവളുടെ മന്ത്രമോ തന്ത്രമോ വല്ലതും വെച്ചായിരിക്കും. പിന്നെ ആൻറ്റി, ഞാനൊരു കാര്യം പറഞ്ഞില്ലായിരുന്നോ, അവൾക്ക് ആ പാമ്പിൻ്റെ പുറ്റിൻ്റെ അടുത്തുനിന്ന് എന്തോ കിട്ടിയെന്ന്, അവൾ സാരിത്തുമ്പി കെട്ടിവെച്ചെന്ന്? അത് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഇനി അത് നാഗമാണിക്യം വല്ലതും ആകുമോ? നീ വാ, നമുക്ക് അവളറിയാതെ അത് അടിച്ചു മാറ്റാമെന്ന് പറഞ്ഞ് സുശീല ജാസ്മിനെയും കൊണ്ട് പാറുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിപിനെയും പാറുവിനെയുമാണ്. വിപിൻ പാറുവിനോട് വിശാലുമൊത്ത് ഹണിമൂൺ പോകുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് സുശീല വരികയാണ്. ഒപ്പം ജാസ്മിനും, നിങ്ങൾ എന്താ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലും രഹസ്യമാണോ എന്ന് സുശീല ചോദിക്കുമ്പോൾ
രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവർക്ക് ആരെന്ത് പറഞ്ഞാലും രഹസ്യമായിട്ടേ തോന്നുമെന്ന് വിപിൻ പറയുന്നു. ഞാൻ ഇപ്പോഴാ ഒരു കാര്യം ഓർത്തത് വിപിൻ, എന്റെ ഫോണിലെ സ്റ്റോറേജ് മെമ്മറിയെ ഫുള്ളായി, ഒന്ന് നോക്കാമോ എന്ന് പറഞ്ഞ് ജാസ്മിൻ ഫോൺ കൊടുക്കുമ്പോൾ വിപിന്റെ കയ്യിലേക്ക് നോക്കുകയാണ് പാറുവും. അതേസമയം സുശീല പാറുവിന്റെ സാരിത്തുമ്പിൽ നിന്ന് ആ കൊലുസ് അടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.